ഒരു തമാശ പറയാം, ട്രോളാൻ പോയി തമാശ പറയുന്നത് രാവിലെ അത്തരത്തിൽ ഞാൻ എന്റെ ജീവിതത്തില് ഒരുപാട് പ്രയാസമൊന്നും തട്ടിക്കൊണ്ട് വരിക, 600 ഷുഗർ. എന്നാലും എന്റെ വീട്ടിൽ അടുപ്പ് കടാറില്ല, എന്റെ വീട്ടിൽ ആള് ഒഴിവാകാറില്ല. അള്ളാഹു വരുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 10 മാസം കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പൈസ നമുക്ക് സ്വരൂപിക്കണം. 1000 രൂപ പോലും തരാത്ത ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഒരു ദിവസം 1000 രൂപ പോലും തരാത്ത ഒരാളും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്, ഇത് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും. അപ്പൊ ഇത് 10 മാസം കൊണ്ടാവുമ്പോ എന്താ ഇൻഷാ അല്ലാഹ് എന്താവും, അതിന്റെ പൈസ ആകും. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി വേഗം ദുആ ചെയ്യണം കേട്ടോ. ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഭക്ഷണം ഇന്നും കഴിയില്ല എന്നും ഞാൻ പറയുന്നു. അള്ളാഹു ബർക്കത്ത് കേട്ടോ. പിന്നെ റമദാൻ മാസത്തില് കേട്ടോളേ, റമദാൻ മാസത്തിൽ വലിയൊരു തൗബയുടെ മജ്‌ലിസ് വെക്കുന്നുണ്ട്. വലിയൊരു തൗബയുടെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ്. അത് രാത്രിയായിരിക്കും. നോമ്പ് തുറ മാർച്ച് 20-ാം തീയതി. മാർച്ച് 20-ാം തീയതി നമ്മൾ വാങ്ങിയ ഈ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3333 ഒരു 6666 എല്ലാവരും എഴുതണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യും. ശരിയായോ? പിന്നെ കല്യാണത്തിന് കൂടെ പൈസ ചോദിക്കൂലേ. ഇനി 25 കുട്ടികളെ കല്യാണാണ്. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് കായ് ചോദിക്കൂല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, സ്ഥലത്തിലെ പെണ്ണുങ്ങളൊക്കെ ഞാൻ മരിക്കോളം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരുപാട് ആളുകള്, ഒരുപാട് മഹല്ല് കമ്മിറ്റി, ഒരുപാട് മദ്രസ കമ്മിറ്റി, ഒരുപാട് ആളുകൾ ഡേറ്റ് ചോദിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞാൻ പഴമള്ളൂർ ഉസ്താദ് നാട്ടിൽ പോയി. ഉസ്താദ് പറഞ്ഞ എത്ര ആളുകൾ കൂടിയ മജ്‌ലിസ് ഇവിടെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇന്നലെ വേറൊരു പള്ളി കമ്മിറ്റിക്കാർ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ വന്നാൽ മതിയാണ്. ഞാൻ ചൊല്ലെന്താ, ആള് കൂടുതൽ മറ്റുള്ളവർ കാണുന്ന അതിന് നിന്നെ കിട്ടില്ല. എനിക്ക് ഞാൻ എല്ലാത്തിനും ഉണ്ട്, എനിക്ക് എല്ലാവരും വേണം. അപ്പൊ ആള് കൂടുതലെങ്കിൽ ആരും വേണം, നമ്മള് വേണം. അപ്പൊ മറ്റുള്ളവരെ തോൽപ്പിക്കാനൊന്നും നമ്മളില്ല. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ സ്ഥലത്തിന്റെ ഫോം ഇവിടെ കിട്ടും, അത് വാങ്ങാം. നമ്മള് 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. ഒരുപാട് പേര് ധൈര്യം രോഗം അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, വെയിൽ കൊള്ളുന്നവർ വെള്ളം കുടിക്കണം കേട്ടോ. അതിപ്പോ ഈ ഭാഗത്ത് ബുക്കിൽ എഴുതാൻ ആരില്ല, നിങ്ങളടുത്ത് എഴുതാൻ ബുക്ക് വന്നിട്ടില്ല. ഇപ്പോഴൊന്നും ആരും എഴുതാനില്ല. എഴുതിയോ? അല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഞാന് നിങ്ങളാണ് ഭാഗ്യം. നിങ്ങൾ പോണ സ്വർഗത്തിന് എനിക്ക് ഒരാളെ ഭാഗ്യം അല്ലാഹു നൽകട്ടെ. എല്ലാവരും എഴുതിയില്ലേ? എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, എല്ലാവരും എല്ലാവരും എഴുതാൻ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കും കേട്ടോ. എല്ലാവരും എന്നിരിക്കുന്നത് നമ്മളെ മരിച്ചാൽ എനിക്ക് പോലെ വേറെ പറയാൻ കഴിയില്ല. ഇന്ന് വരെ ഞാൻ ഈ 3 കൊല്ലമായിട്ട് ഇതുവരെ ഞാൻ സദസ്സിൽ ഇങ്ങനെ പിരിച്ചിട്ടില്ല കേട്ടോ. ആദ്യം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 1000 രൂപ 10 മാസം കൊണ്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ?
അള്ളാഹു പിന്നെ ഏറ്റെടുത്തത് കൊടുക്കണം, അത് ഹക്കായിരിക്കും. ഖബറിൽ കിടക്കാൻ സുഖമുണ്ടാവില്ല. ഖബറിൽ കിടക്കാൻ സുഖമുണ്ടാവില്ല. ഒരു സഹാബിന്റെ ജനാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പാന്റെ അടുത്ത് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി, ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സദസ്സിനോട്, മയ്യത്ത് നിസ്കരിക്കാൻ വന്നവരോട്, ഈ മയ്യത്തിന് കടമുണ്ടോ? ഈ മയ്യത്തിന് കടമുണ്ടോ? അങ്ങനെ ആ സദസ്സിൽ നിന്നൊരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, 50 പൈസ കടണ്ട്, 50 പൈസ കടണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, എന്നാൽ വീട്ടിട്ട് ഞാൻ മയ്യത്ത് നിസ്കരിക്കുള്ളൂ. ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ആ പൈസ ഏറ്റെടുത്തു. ആ ആളെ കട ഞാൻ വീട്ടിക്കൊള്ളാന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മയ്യത്ത് നിസ്കരിച്ചു. അസറിന് വേണ്ടി വന്നപ്പോ റസൂൽ സഹാബത്ത് കടം വിറ്റോ? ഇല്ല നബി, അല്ല ഈ പൈസ അല്ലേ വീട്ടിക്കൊള്ളാൻ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞു, ആ കടം വീട്ടുന്നത് വരെ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു കാക്കട്ടെ. അപ്പൊ വെറുതെ എഴുതി വെച്ചിട്ടില്ല കാര്യമില്ല കേട്ടോ. അപ്പൊ എല്ലാരും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അവിടെ തിരുക്കൊള്ളിൽ കൊടുത്തിട്ട് എഴുതിക്കണോ? പറയും അവിടെ എഴുതിക്കോ ചോദിച്ചോ. റസീറ്റ് എത്തിയിട്ടില്ല. 10 മാസത്തിനുള്ളിൽ എത്തിട്ട് റസീറ്റ് അവിടെ എന്തുകൊണ്ടു എഴുതിക്കണോ? പാലക്കാട്ടിലെ ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ് അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും നല്ല കുട്ടികളാണ്. നമുക്ക് നാളെ നമ്മളെ സ്വന്തെങ്കിലും വിഷമം അനുഭവിച്ച് നരകത്തിൽ കിടക്കുമ്പോ അത് അവസ്ഥ തരാറക്കട്ടെ. നമ്മുടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പ്രകാശം അങ്ങനെ വരട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ വീണ്ടും പറയാണ്, അതെനിക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞ പോലെ അത് 2-3 മാസം ഇതിന്റെ റൈസില് എന്തറിയോ, ചില ആൾക്കാർ അത് ഞാൻ പറയാം ഉസ്താദന്മാരോട്, ഇന്ത്യ നേരിട്ട് തരാനും അങ്ങനെ ആൾക്കാർ ഇതൊക്കെ എന്റെ പരീക്ക് വരും. ഇതൊക്കെ ഇവിടുത്തെ എത്ര ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിനായിട്ട് കാരണം ഓർക്കെന്താണ്, ഒരു ടോക്കൺ കിട്ടണം, ഒരൊറ്റ വാക്കിലേക്ക് കിട്ടണം. അതിന് വേണ്ടിട്ടോ ഇൻഷാ അല്ലാഹ് നമ്മള് സ്വലാത്തുൽ ഫാത്തിഹയൊക്കെ കിടക്കുകയാണ്. തേനൊക്കെ തുറന്നു വെക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത മാസം പരിപാടി വെക്കുന്നുണ്ട്. ഞാൻ വെക്കണില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോ ഇത് സമ്മതിക്കുന്നില്ല. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് 23 പിന്നെ